ദിവസങ്ങളിൽ ഏറ്റവും പുണ്യമായ ദിവസമാണ് വെള്ളിയാഴ്ച. ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചതും സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചതും വെള്ളിയാഴ്ച ദിവസത്തിലാണ്. മനുഷ്യപിതാവ് പിന്നീട് ഭൂമിയിൽ താമസമാക്കിയതും ഈ പുണ്യദിനത്തിൽ തന്നെ. അല്ലാഹു ആദം നബി അലൈഹിസ്സലാമിനെ അനുഗ്രഹിച്ചതും ആദം നബി അലൈഹിസ്സലാം വഫാത്തായതും ഈ ദിവസത്തിലാണ്. അന്ത്യനാൾ സംഭവിക്കുക വെള്ളിയാഴ്ച ദിവസത്തിലാണ്. സ്വർഗവാസികൾക്ക് അല്ലാഹുവിനെ കാണാനുള്ള സൗഭാഗ്യം ലഭിക്കുന്നതും ഈ ദിവസത്തിലാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പറഞ്ഞു, തങ്ങൾക്കും തങ്ങളുടെ പിൻഗാമികൾക്കും പെരുന്നാളായിട്ടാണ് അല്ലാഹു ജുമുഅ നിർബന്ധമാക്കിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തൊക്കെയാണ് ആ ദിവസം ഞങ്ങൾക്ക് ലഭിക്കുക? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ആ ദിവസം ഒരു പ്രത്യേക സമയമുണ്ട്. ആ സമയം ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ അവന് വേണ്ടി നിശ്ചയിച്ചതെല്ലാം അല്ലാഹു നൽകും. അത് അവന് ഉപകരിക്കില്ലെങ്കിൽ അതിനേക്കാൾ വലിയത് അവന് വേണ്ടി അല്ലാഹു സൂക്ഷിച്ചു വെക്കും. അല്ലെങ്കിൽ അവന് ഏൽക്കേണ്ടി വരുന്ന വലിയ അപകടത്തിൽ നിന്ന് അവനെ രക്ഷിക്കും. ജിബ്രീൽ അലൈഹിസ്സലാം തുറന്നു, ഞങ്ങളുടെ അടുക്കൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ് വെള്ളി. ഞങ്ങൾ അതിനെ വിളിക്കുന്നത് വർധനവിൻ്റെ ദിനമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി നൽകി, നല്ല വെണ്മയും കസ്തൂരിയെ വെല്ലുന്ന സുഗന്ധവും നിറഞ്ഞ ഒരു വിശിഷ്ട താഴ്വാരം അല്ലാഹു സ്വർഗത്തിൽ പണിതിട്ടുണ്ട്. അവിടെ വെള്ളിയാഴ്ച ദിവസത്തിൽ അല്ലാഹുവിനെ ദർശിക്കാനും മതിവരുവോളം ചോദിക്കാനുമുള്ള അവസരം ലഭിക്കുന്നു. വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു പ്രത്യേക സമയമുണ്ടെന്നും ആ സമയത്തെ പ്രാർത്ഥനയ്ക്ക് ഫലം ഉറപ്പാണെന്നും നിരവധി ഹദീസുകൾ പഠിപ്പിക്കുന്നു. ചുരുക്കത്തിൽ വെള്ളിയാഴ്ചയുടെ മുഴുസമയവും ഏറെ പവിത്രത നിറഞ്ഞതാണെന്ന് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളെല്ലാം നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ.